ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്കിൽ സകല പ്രപഞ്ചവും ഉണ്ടായി. ഒറ്റ വാക്ക് മതിയായിരുന്നു. ഒരു വലിയ കാര്യം സംഭവിക്കാനായി കർത്താവിൻ്റെ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു. ഒരു വലിയ കാര്യം സംഭവിക്കാനായി യേശുവിൻ്റെ ഒരൊറ്റ വാക്ക് മതിയായിരുന്നു. ലാസറെ പുറത്തു വരിക, ഒറ്റ വാക്ക് മതിയായിരുന്നു. ലാസർ പുറത്തു വന്നു. അവസ്ഥയ്ക്ക് ഭേദം വരാൻ, ജീവിതത്തിൽ മാറ്റം സംഭവിക്കാൻ ആ ദൈവശക്തിയിൽ നിങ്ങൾ ആശ്രയിച്ചാൽ മതി. ഈ ലോകത്തിലുള്ള എന്തിനെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവശബ്ദത്തിനകത്ത് ആശ്രയിക്കുന്ന, ദൈവശക്തിക്കകത്ത് ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിന് സന്തോഷിക്കാൻ വകയുണ്ട്. ദൈവശബ്ദത്തിന് വലിയ മഹത്വമുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം വെളിപ്പെടേണ്ട രീതിയിൽ ഒന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്നു പകൽ ഇത് കേൾക്കുന്ന സമയത്ത്, നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കും. ദൈവശക്തി എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. അവൻ്റെ ശബ്ദത്തിലൂടെ ശക്തി വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ നോട്ടത്തിലൂടെ ശക്തി വെളിപ്പെടുന്നു. അങ്ങനെയാണ് എങ്കിൽ പറഞ്ഞേ, എൻ്റെ അകത്ത് ദൈവം പകർന്നിരിക്കുന്നൊരു ശക്തിയുണ്ട്. ഞാൻ നോക്കിയാൽ, ഞാൻ പറഞ്ഞാൽ ഈ ദിവസങ്ങൾ ചിലത് മാറും. കർത്താവിൻ്റെ ശക്തി എൻ്റെ മേൽ പകർന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചിരിക്കുകയാണ്. ദൈവശക്തി ഇറങ്ങി വസിക്കുന്ന നീ പറഞ്ഞാൽ, നീ ഒന്ന് നോക്കിയാൽ അസാധാരണമായ രോഗസൗഖ്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് നടക്കും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ ഈ ദിവസങ്ങൾ ചിലത് സംഭവിക്കും. ഒരവസ്ഥയ്ക്ക് മാറ്റം വരാൻ വേണ്ടി വളരെ നാളുകളായി പ്രാർത്ഥിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവശക്തി നിങ്ങളുടെ വീട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ, ദൈവശക്തിയുള്ള ഒരാൾ ആ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരും. എന്താ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത? ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി, ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെ, ഭാവങ്ങളെ നിരൂപിച്ചറിയുന്നതുമാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. പ്രിയരെ, ദൈവവചനം, ദൈവശബ്ദം അത് വെളിപ്പെടേണ്ടുന്ന രീതിയിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ദൈവശബ്ദത്തിൻ്റെ പ്രത്യേകത, മരിച്ച് നാറ്റം വെച്ച് കഴിഞ്ഞാലും അതിനെയും ഉയർപ്പിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു സാധ്യതയുമില്ലാത്തടത്ത് നിർജീവമായി കിടക്കുന്ന അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിനക്കൊരു ദൈവശബ്ദമായി മാറാൻ കഴിയുമോ? ദൈവശക്തിയുള്ള ഒരാൾ എഴുന്നേൽക്കാമോ? നിങ്ങളുടെ ഭവനത്തിനകത്ത് അങ്ങനെ ഒരാളുണ്ട് എങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, തലമുറകളുടെ അവസ്ഥകൾ മാറും, കുടുംബത്തിൻ്റെ അവസ്ഥകൾ മാറും, ജീവിതത്തിൻ്റെ നിലവാരം മാറും, ശുശ്രൂഷകൾക്ക് മാറ്റം വരും. ജീവിതത്തിൽ അസാധാരണമായ നിയോഗങ്ങളോടുകൂടെ ചിലരെ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുമ്പോൾ പുറത്തിറക്കാൻ പോവുകയാണ്. ദൈവശബ്ദം നിങ്ങൾക്ക് മാറ്റം വരുത്തട്ടെ. ദൈവശക്തി നിങ്ങളിൽ രൂപാന്തരം വരുത്തട്ടെ. ഒരൊറ്റ വാക്കുകൊണ്ട് സകല കോസ്മോസിനെയും സകല ഗാലക്സികളെയും ദൈവത്തിനുണ്ടാക്കാൻ കഴിയുമെങ്കിൽ, കർത്താവിൻ്റെ ഒരൊറ്റ ശബ്ദത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും. അധികാരമുള്ളവർ ചേർന്ന് പറയാം, ദൈവശബ്ദം ഞങ്ങൾക്ക് മാറ്റം വരുത്തും, ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളിൽ രൂപാന്തരം വരുത്തും. ഒന്ന് പറഞ്ഞ്, എൻ്റെ അവസ്ഥകൾ മാറുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ കർത്താവേ അവിടുത്തെ ഒരു വാക്ക് മതി. ഒരു വാക്കുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ അങ്ങൊന്ന് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദമാക്കി ഞങ്ങളുടെ നാവിനെ മാറ്റണമേ. അങ്ങയുടെ നോട്ടമാക്കി ഞങ്ങളുടെ കണ്ണുകളെ മാറ്റണമേ. അങ്ങയുടെ കരങ്ങളായി ഞങ്ങളുടെ കരങ്ങളെ അങ്ങ് ഉപയോഗിക്കണമേ. അങ്ങേക്ക് പോകേണ്ടുന്നിടത്ത് പോകുവാൻ ഞങ്ങളുടെ കാലുകളെ അങ്ങ് ഉപയോഗിക്കണമേ. ഒരുമിച്ച് ചേർന്ന് വീണ്ടും പാടാം, യേശുവേ ഒരു വാക്ക് മതി.